മട്ടാഞ്ചേരിയിൽ നടപ്പാതയോട് ചേർന്ന് സ്ഥാപിച്ച സ്റ്റീൽ വേലികൾ അപകട ഭീഷണി ഉയർത്തുന്നു. നടപ്പാതയോട് ചേർന്ന് സ്ഥാപിച്ച സുരക്ഷാ സ്റ്റീൽ വേലികൾ അപകട ഭീഷണിയാകുന്നു. കൊച്ചി നഗരസഭയുടെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലാവധി തീർന്നതിന് മുൻപായി തിരക്ക് പിടിച്ച് മട്ടാഞ്ചേരി ഗുജറാത്തി റോഡിൽ നടപ്പാതയും സുരക്ഷയ്ക്കായി സ്റ്റീൽ വേലികൾ പണിതത്. വേലികൾ സ്ഥാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പലയിടങ്ങളിലും വേലികൾ തകർന്നു വീണു. വഴിമുടക്കി കിടക്കുന്ന ഈ വേലികൾ കാൽനടയാത്രക്കാർക്ക് ദുരിതം വിതറുകയാണ്. പലയിടത്തും ഇവ ഫുട്പാത്തിലേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. ബുധനാഴ്ച സ്കൂളിലേക്ക് പോകുകയായിരുന്ന കുട്ടികൾക്ക് വേലി കുത്തിക്കൊണ്ട് ദേഹത്ത് പരിക്കേറ്റിരുന്നു. 2 മാസം മുൻപ് വേലി റോഡിലേക്ക് മറിഞ്ഞു വീണ് അതുവഴി വരികയായിരുന്ന സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റിരുന്നു. അപകട ഭീതി ഉയർത്തുന്ന ഈ വേലികൾ പുനഃസ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റുന്നതിനോ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയാണ് ഈ സ്റ്റീൽ കമ്പികളൊക്കെ കാളന്റെ നടപ്പാതന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഈ സ്റ്റീൽ കമ്പി ഒരൊറ്റ സ്റ്റീൽ കമ്പി പോലും ഉറപ്പില്ലാത്തതാണ്. എല്ലാം ഇളകിയിരിക്കുന്നതാണ്. എത്ര പേർക്ക് അപകടം വന്നിട്ടുണ്ടോ? ഇപ്പൊ ആ കൃഷ്ണഗവി സൈക്കിൾ ഷോപ്പിലിരിക്കുന്ന കൃഷ്ണനായരാണ് പറഞ്ഞത്. എന്തെന്ന് ഇനി എത്ര പേര് വീണ അപകടം കണ്ടതിൽ എങ്ങനെ പോവും? ഇവിടുത്തെ കൗൺസിലർ ഇത് മാറ്റിയ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമാണ് സ്റ്റീൽ കമ്പികൾ. ലക്ഷക്കണക്കിന് രൂപ മേടിച്ച ലോഡ് കണക്കിന് സ്റ്റീൽ കമ്പികളുണ്ട്. ഇവിടെ ലോഡ് കണക്കിന് സ്റ്റീൽ കമ്പികളുണ്ട്. ഒക്കെ ഇളകി വീണക്കണം. അതിൽ നമ്മളെ ചാരി വെച്ചേക്കണെല്ലാം. അപ്പം ഇത് എന്തിനാണ്? ഒരു കാൽനട യാത്രക്കാർക്കും സ്കൂൾ പിള്ളേർക്കും അതേ സമയത്ത് വന്ന വാഹനങ്ങൾക്കായിരിക്കും പെട്ടെന്ന് ഇത് വീണ് കഴിഞ്ഞാൽ തട്ടി വീഴില്ലേ? അപകടം ഉണ്ടാവില്ലേ? നിരന്തരമായ നടക്കുന്നവർക്ക് ഭയങ്കരമായ രൂക്ഷമാണിത്. ഒരുപാട് പേര് അപകടം പറ്റുന്നുണ്ട്. ഇവിടുത്തെ കൗൺസിലറോട് പറഞ്ഞു, BJPയിലെ കൗൺസിലറോട് പറഞ്ഞിട്ടും നടപടി എടുത്തിട്ടില്ല ഇതുവരെ. ലോഡ് കണക്കിനുണ്ട് സ്റ്റീൽ കമ്പി. ഈ ഹാൻഡ് വെയിലുകൾ ഇവിടെ പണിതത് സൗന്ദര്യവൽക്കരണത്തിൻ്റെയും അതുപോലെ സുരക്ഷയുടെയും ഭാഗമായിട്ടാണ്. അതിപ്പോൾ ഇവിടെയുള്ള സ്കൂളിലെ കുട്ടികൾക്കും ജനങ്ങൾക്കും ഒരു ശാപമായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത്. മിക്കപ്പോഴും ഇവിടെ ഇന്നലെ ഒരു കൊച്ചിൻ്റെ ശരീരത്തിൽ ഇതായി കൊച്ചിന് പരിക്ക് പറ്റി. ഇത് പണിത് വെച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നശീകരിക്കാനുണ്ടായത്. ഒന്നല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ഇത് പുനഃസ്ഥാപിക്കുക. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞോ. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏറ്റവും മുന്നിൽ തന്നെയാണ് ഈ ഹാൻഡ് റെയിൽസ് വളരെ അപകടകരമായ നിലയിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇത് മാസങ്ങളായി ഈ പ്രക്രിയ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്ന ഒരു സംഗതിയാണ്. ഇതിൽ തൂങ്ങിയും അല്ലെങ്കിൽ ഇത് മേത്തേക്ക് വീണാലൊക്കെ ഒരുപാട് അപകടം സംഭവിക്കുക എപ്പോൾ വേണമെങ്കിലും. ഇതേവരെ ഭാഗ്യത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി.